500 കിലോമീറ്ററുകൾ നീളുന്ന 4 റൂട്ടുകളിലൂടെയുള്ള സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ ചാപ്ലൈനായ ഫാദർ റോജർ ലാൻഡ്രി. തന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ 25 വർഷത്തിൽ വരാനിരിക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ചാണ് ഫാദർ റോജറും സംഘവും ഈ തീർത്ഥാടനം നടത്തുന്നത്. പെർപെച്വൽ പിൽഗ്രിംസ് എന്നറിയപ്പെടുന്ന 24 യുവാക്കളുടെ സംഘമാണ് നാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസിന്റെ 4 റൂട്ടുകളിലായി നടക്കുന്നത്. ഏകദേശം ഒരു ദിവസം 16 മുതൽ 24 കിലോമീറ്ററുകൾ നടക്കാനാണ് സംഘത്തിന്റെ പദ്ധതി. 4 റൂട്ടുകളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ തീർത്ഥാടനം 2022 അമേരിക്കയിലെ ബിഷപ്പുമാർ ആരംഭിച്ച ദിവ്യകാരുണ്യ നവോത്ഥാനത്തിന്റെ ഭാഗമായി ആരംഭിച്ചതാണ്. മെയ് 17 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ ആരംഭിക്കുന്ന തീർത്ഥാടനത്തിൽ പല ഘട്ടങ്ങളിലായി ഫ്രാൻസിസ്കൻ വൈദികരും സന്യസ്തരും സംഘത്തോടൊപ്പം ചേരും. ലോകത്തിലെ ഏറ്റവും പ്രശസ്ത കത്തോലിക്ക തീർത്ഥാടന റൂട്ടായ കാമിനോ ഡി സാന്റിയാഗോയേക്കാൾ ഏകദേശം 3 ഇരട്ടി കൂടുതലാണ് ഈ തീർത്ഥാടനം. 7 വർഷത്തോളം വത്തിക്കാനു വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ സേവനമനുഷ്ഠിച്ച ഫാദർ റോജർ തനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് ഈ തീർത്ഥാടനമെന്ന് അഭിപ്രായപ്പെട്ടു. തീർത്ഥാടനവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും സൗജന്യവും പൊതുജനത്തിന് പങ്കെടുക്കാവുന്നതുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.